10 കൊല്ലമായി ഉറങ്ങിക്കിടന്ന UDFന്റെ പാർട്ടി ഓഫീസുകൾ കൂടി വളരെ സജീവമായിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ സ്ഥലം മാറ്റങ്ങൾക്കും പോസ്റ്റിങ്ങുകൾക്കുമൊക്കെയായി ആകെ കൂടി തിക്കും തിരക്കുമാണ്. കൈക്കൂലി വാഗ്ദാനങ്ങളിൽ വീഴാതെ അഴിമതി രഹിത പ്രതിച്ഛായ നിലനിർത്തി മുന്നോട്ട് പോകുക എന്നത് സർക്കാരിനെയും പാർട്ടിയെ സംബന്ധിച്ച വലിയ വെല്ലുവിളി കൂടിയാണ്. ദീപക് ധർമ്മടം ചേരുകയാണ്. ദീപക്, നമ്മൾ ആദ്യത്തെ റിപ്പോർട്ടുകളിലേക്ക് കണ്ടതുപോലെ തന്നെ വളരെ സജീവമായിട്ടുണ്ട്. തലസ്ഥാന നഗരി ആയിക്കോട്ടെ, സംസ്ഥാനം ഒന്നാകെ ആയിക്കോട്ടെ, ഈ MLA ഹോസ്റ്റലിന്റെ തിരുവനന്തപുരത്തെ MLA ഹോസ്റ്റലിന്റെ മുന്നിലൊക്കെ വളരെ തിക്കും തിരക്കും അനുഭവപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അത് തിരുവനന്തപുരത്തെ മാത്രം കാഴ്ചയല്ല, ആകെ UDF ക്യാമ്പുകൾ ഉണർന്നിരിക്കുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അണികളിലും ആ നിലയിലുള്ളൊരു ഉണർവ് കാണുന്നുണ്ടല്ലേ? അക്ഷരാർത്ഥത്തിൽ അടിമുടി UDF ക്യാമ്പിൽ വലിയ ഉണർവാണ്. ഈ 10 ആണ്ട് ഭരണത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ശേഷമുള്ള വലിയ വിജയത്തോടെയുള്ള തിരിച്ചുവരവ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തിരുവനന്തപുരത്ത് ഹോട്ടലുകളിൽ പോലും റൂമുകൾ കിട്ടാൻ, ഗസ്റ്റ് ഹൗസുകളിലും PWD റെസ്റ്റ് ഹൗസിലും റൂം കിട്ടാനേ ഇല്ല. അപ്പോൾ അത് പൊതുവെ UDF ഭരണം വരുന്ന സമയത്തുള്ള സാഹചര്യം അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ മന്ത്രിമാരെല്ലാം അവരുടെ സ്വവസതികളിലേക്ക് മാറേണ്ടതുണ്ട്. അതിനു മുമ്പ് അവരുടെ സ്റ്റാഫും ബാക്കിയെല്ലാം താമസിക്കുന്നത് മിക്കവാറും സർക്കാർ അതിഥി മന്ദിരങ്ങളിലും സർക്കാർ വിശ്രമ മന്ദിരങ്ങളിലും ഒക്കെ ആയിരിക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള UDFന്റെ ഓഫീസുകൾ, അത് കോൺഗ്രസ് ഓഫീസായാലും ലീഗ് ഓഫീസായാലും, മലപ്പുറത്തൊക്കെ ലീഗ് ഓഫീസിൽ വലിയ തിരക്കാണ്, കോഴിക്കോട് ലീഗ് ഹൗസിൽ തിരക്കാണ്, കോഴിക്കോട് DCC ഓഫീസിൽ തിരക്കാണ്. അതുപോലെ വിവിധ ജില്ലകളിൽ നമ്മൾ എറണാകുളത്ത് എടുത്തു നോക്കിയാലും ഒക്കെ അതായത് മുഖ്യമന്ത്രി പോകുന്നിടത്തെല്ലാം വലിയ തിരക്കാണ്. ഈ തിരക്കുകളിൽ ഒന്ന് പ്രവർത്തകരുടെ ആവേശമുണ്ട്, അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ആവശ്യക്കാരുടെ വലിയ സംഘമാണ് എത്തുന്നത്. അത് ചെറിയ ആവശ്യങ്ങൾ, സഹായങ്ങൾ മുതൽ അങ്ങ് വലിയ നയപരമായ മാറ്റങ്ങൾ വരെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്, ആവശ്യങ്ങളാണ്. ഇവിടെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ നിലപാടുകളുടെ രാജകുമാരന് മുൻപിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം സാധാരണ UDFന്റെ സർക്കാർ വന്നാൽ ഉടനെ സർക്കാർ സംവിധാനത്തിൽ ഒരു അയവ് വരും, കുറച്ചുകൂടി ജനകീയമാകുമെന്ന് അവർ പറയും. പക്ഷേ എന്നാൽ ചെക്ക് ആൻഡ് ബാലൻസിങ്ങിൽ കുറച്ചൊരു അയവ് വരും, എല്ലാം കുറച്ചുകൂടി ഫ്രീ അപ്പ് ചെയ്യുന്നു, ഫ്രീ ആയിട്ട് പല കാര്യങ്ങൾ പെട്ടെന്ന് വേഗത്തിൽ നീക്കുന്നു. അവിടെയാണ് അഴിമതി വന്നുകൂടാനുള്ള സാധ്യത ഏറെയുള്ളത്. അവിടെ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വാഴ്ത്തപ്പെട്ട, എന്നറിയപ്പെട്ട, എന്ന് പൊതുസമൂഹം പറഞ്ഞ ഈ VD സതീശൻ്റെ നിലപാടുകൾ വിജയിക്കണമെങ്കിൽ കർക്കശമായി ഈ അഴിമതിക്കെതിരായ വാളുമായി അദ്ദേഹം കാത്തു നിൽക്കേണ്ടി വരും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി അഴിമതിക്കെതിരായ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ എന്നാൽ സ്വന്തം പാർട്ടിയിൽ, സ്വന്തം മുന്നണിയിൽ സ്ഥലം മാറ്റങ്ങൾ, അതുപോലെ സ്ഥാനക്കയറ്റങ്ങൾ, ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്, അനുമതികൾ, NOCകൾ, ഇതെല്ലാം കിട്ടുന്നു, ധാരണാപത്രങ്ങൾ, ഇവയ്ക്കെല്ലാം വേണ്ടി മുറവിളിയുമായി എത്തുന്നവർ സാധാരണ മനുഷ്യരുണ്ട്, മറ്റൊന്ന് കച്ചവടക്കാരുണ്ട്, വലിയ നയതന്ത്ര ഡിപ്ലോമാറ്റിക്കുകൾ ലോബിയിങ്ങിന് വേണ്ടി വരും. ഇവരെയെല്ലാം മാനേജ് ചെയ്യുക, കരുതലോടെ കാര്യങ്ങൾ നീക്കുക എന്നുള്ളത് ദുഷ്കരമായ ഒരു ടാസ്ക്കാണ്. ആ ടാസ്കിൽ എങ്ങനെ കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം, ഒപ്പം VD ക്യാബിനറ്റ് വിജയിക്കും എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത്. കാരണം ജനങ്ങളുടെ പ്രതീക്ഷ വാനോളമാണ്. VDക്ക് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ പ്രതിച്ഛായ, ഒരുപക്ഷെ അത് ജൻസികളിലായാൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ പൊതുവിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന വലിയ ഒരു പ്രതിച്ഛായയുണ്ട്. ആ പ്രതിച്ഛായ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. പ്രത്യേകിച്ചും ആൾക്കൂട്ടം ഇങ്ങനെ കൂടി വരുന്ന UDFന്റെ, കോൺഗ്രസിൻ്റെ, ലീഗിൻ്റെ ഓഫീസുകളും ഭരണസിരാ കേന്ദ്രങ്ങളും ഭരണകൂടത്തിൻ്റെ ഇടനാഴികളിലും ജനത്തിരക്കേറുന്നു എന്നുള്ളതാണ്. ഞാൻ ഒരൊറ്റ ഉദാഹരണം കൂടി പറയാം. ശരി ദീപക്. എന്തായാലും ദീപക് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ ആളുകൾക്കുണ്ട്. അപ്പോൾ പല ആളുകളും ആവശ്യങ്ങൾക്കായി നേരെ തലസ്ഥാനത്തേക്ക് വരുന്ന കാഴ്ചകൾ കൂടി കാണുകയാണ്. അതും ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽ ഒരു മാറ്റമായി തന്നെ കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.